ഹായ് ഫ്രണ്ട്സ്, ഈ ഭരണിക്കകത്ത് എന്താണെന്നല്ലേ നോക്കാം നമുക്കിതിൽ എന്താണെന്നുള്ളത് കേട്ടോ. തുറക്കട്ടെ. അസാധ്യ മണം തന്നെയാണ് കേട്ടോ. ഇതാണ് നല്ല രസം, കൽച്ചട്ടിയിലുണ്ടാക്കിയ നല്ല രസമാണ്. അപ്പോൾ ഈ മഴക്കാലത്ത് ഇത് കൂട്ടാൻ നല്ല സ്വാദായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം. വലിയ 2 പഴുത്ത തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട്, ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 ഞാൻ വേവിച്ച് വെച്ചതാണ്, പിന്നെ കുറച്ച് തിളച്ച വെള്ളത്തിലേക്ക് ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പരിപ്പ് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം, കുറച്ച് എടുക്കാവൂ പരിപ്പ് കേട്ടോ. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന തൊലി കളഞ്ഞ തക്കാളിപ്പഴവും വെളുത്തുള്ളിയും കൂടെ ഒന്ന് അരച്ചെടുക്കാം. അരച്ച പൾപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു കൽച്ചട്ടിക്കകത്തോട്ട് ഒഴിച്ചു, പുളിവെള്ളം പിഴിഞ്ഞത് ഒഴിച്ചു. ഇനി നമ്മൾ കുക്കറിനകത്തിൽ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഞാനൊരു മിക്സിയുടെ ജാറിലെടുത്ത് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് പരിപ്പ് എടുക്കാവോ കേട്ടോ. അപ്പം അതിനാവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് 3ഉം കൂടെ നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്നുകൂടി തിളപ്പിക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പരിപ്പും തക്കാളിയെല്ലാം ഓൾറെഡി വെന്ത് കഴിഞ്ഞതാണ്. ഇനി നമുക്ക് ഇതിന് വറുത്തിടാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വെച്ചിരിക്കുന്ന ഉള്ളി, മുളക്, കറിവേപ്പില എല്ലാം ഇതിലേക്കിട്ട് കായപ്പൊടി ഇട്ട് കൊടുക്കാം, ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. കായമൊക്കെ നന്നായിട്ട് ചേർക്കണം കേട്ടോ. കായവും ഉലുവ വറുത്തിട്ടതോ പൊടിയോ എന്തെങ്കിലും ആയാലും മതി. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉലുവ വറുത്ത് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ, അതുകൊണ്ട് ഉലുവ ഇടുന്നില്ല. അപ്പോൾ അത് നന്നായിട്ട് ഈ വെളിച്ചെണ്ണയിൽ കിടന്നൊന്ന് മൂക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കാവൂ. അല്പം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1-1.5 സ്പൂണ് മുളക് പൊടി, അത്യാവശ്യം എരിയുള്ള മുളക് പൊടിയാണ്. ഇനി കുറച്ച് കുരുമുളക് പൊടിയാണ്, അതാണ് മെയിനായിട്ട് നമുക്ക് ചേർക്കേണ്ടത്. കുരുമുളക് പൊടിയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇതിലേക്ക് യോജിപ്പിച്ച്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇതിൽ ചേർത്തില്ല, വെളുത്തുള്ളി നമ്മൾ അരച്ച് തക്കാളിയുടെ കൂടെ ചേർത്തതുകൊണ്ട് വെളുത്തുള്ളി ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ ഇപ്പം. അപ്പോൾ ഇത് നമുക്ക് നമ്മൾ തിളച്ച് കിടക്കുന്ന രസക്കൂട്ടിലേക്ക്, അതായത് രസത്തിൻ്റെ തക്കാളി പരിപ്പൊക്കെ കൂടെ പുളിയും കൂടെ തിളപ്പിച്ചതിൽ ഇനി അല്പനേരം ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഭരണിയിലേക്ക് ആക്കി വയ്ക്കാം. ഭരണിയിൽ ഇതാ നല്ല ചൂടുള്ള രസം നമുക്ക് റെഡിയായിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ അതീവ ടേസ്റ്റോടുകൂടി നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ ഈ മഴക്കാലത്ത് നമുക്ക് കഴിക്കാൻ ഏറ്റവും ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് രസമുണ്ട്, ഇവിടെ മീൻ വറുത്തതുണ്ട്, മുട്ട റോസ്റ്റുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ വിഭവം.